हरे हरे महाराज। कृष्णा, हरि बोल। हरे कृष्णा महाराज, हरे कृष्णा। हरे कृष्णा महाराज, दंडवत प्रणाम। हरे कृष्णा गुरुजी, हरे कृष्णा। ओम ज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वापदान्तिकं। वन्देऽहं श्रीगुरोः श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथन्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णा चैतन्य देवं श्रीराधा कृष्णपादान् सहगण ललिता श्री विशाखान्वितांश्च नमा ओम विष्णुपादाय कृष्णा पृष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिनिति नामने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार शिवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। जय श्रील प्रभुपाद की जय जय प्रभु जी। जय प्रणाम महाराज। भक्ति वेदांत स्वामी श्रील प्रभुपाद ഈ മാസത്തില് ജലദൂതാൻ കപ്പലിന് കയറി അമേരിക്ക വരെ എത്തിയ പ്രയാണം തുടങ്ങിയതാ. ഇന്ന് 7-ാം തീയതിയാണ്. 10-ാം തീയതി ഈ മാസം ഓഗസ്റ്റ് 10-ാം തീയതി 1965 1965 10-ാം തീയതി ജലദൂതാന് കയറി കൽക്കട്ട ഡോക്കിലിരുന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ ആ ജേർണി. പിന്നെ 1966 അവിടെ ന്യൂയോർക്കില് പ്രഭുപാദ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ആ പ്രസ്ഥാനത്തെ രജിസ്ട്രേഷൻ ചെയ്തു. അവിടുന്ന് അന്താരാഷ്ട്രീയ കൃഷ്ണ അവബോധന സമിതി അത് ഉലകം മുഴുവനും എല്ലാ സ്ഥലത്തിലും പ്രചരിപ്പിച്ചു, സ്ഥാപന ചെയ്തു. ഇന്ന് 725 കൂടുതൽ സെന്റേഴ്സ് ആണ് ലോകത്തില് പല സ്ഥലത്തില്. ചിലത് വലിയ അമ്പലങ്ങൾ സ്ഥാപനം ചെയ്ത സ്ഥലങ്ങളാണ്. ഇപ്പൊ ബോംബെ, ഡൽഹി ഇങ്ങനെ പോലെ വലിയ സിറ്റികള്, അവിടെ എല്ലാം ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിന്റെ വലിയ പ്രസ്ഥാനത്തിന്റെ ശാഖ ബ്രാഞ്ച് അവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുമില്ലാതെ പല സ്ഥലത്തില് മീഡിയം സൈസ്ഡ് ടെമ്പിൾസും മീഡിയം സൈസ്ഡ് ഉള്ള സെന്റേഴ്സും ഉണ്ട്. ഈ ലോകത്തിലെ എന്ത് നഗര ഗ്രാമ താരിനെ പൃഥ്വിത്തെ ആച്ചേ ജതാ നഗരതി ഗ്രാം സർവത്ര പ്രചാർ ഹോയിബേ നാം എന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരുന്നു. ഇത് എല്ലാ നഗര ഗ്രാമം എല്ലാ സ്ഥലത്തിലും ഈ ഹരിനാമം പ്രചരിപ്പിക്കും. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് പൂർവികമായിട്ടുള്ള ആചാര്യമാരുടെ ഇച്ഛ, അവരുടെ ഉദ്ദേശം സ്ഥാപിച്ചു. ഇങ്ങനെ ഒരു വേൾഡ് വൈഡ് ഹരിനാമ മാർക്കറ്റിംഗ് ചെയ്തു.
പ്രൊഫഷണലായിട്ട് നമ്മൾ പറയണമെങ്കിൽ ഇത് ഈ മാർക്കറ്റ് ചെയ്യുന്ന കാര്യം വളരെ ഈസി ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല. ഹരിനാമം, കൃഷ്ണഭക്തി, ഇതാണ് മാർക്കറ്റ് ചെയ്തു. പ്രൊഫഷണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചാൽ അവര് പറയും ഇത് ഒരിക്കലും നമുക്ക് വിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു, ഒരു കാറാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇന്ദ്രിയ സുഖം അനുഭവിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ കാര്യം, ആത്മീയമായിട്ടുള്ള കാര്യം, അതും ഹരിനാമം, അതും ഭഗവാനുടെ ഭക്തി, കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞിരിക്കുന്ന കൃഷ്ണാവബോധം, ഇതെല്ലാം മാർക്കറ്റ് ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും. പക്ഷെ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ഇത് ഉലകം മുഴുവനും മാർക്കറ്റ് ചെയ്തു. പ്രസിദ്ധമായിട്ടൊരു പ്രസ്ഥാനം സ്ഥാപന ചെയ്തു. ഇതൊരു ചെറിയ കാര്യമല്ല എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. നമ്മുടെ അടുത്ത് ഈ കാര്യം നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു, എന്നെക്കാളും കൂടുതൽ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ വിളിച്ച്, ഞാന് കുറച്ച് ലേറ്റായിട്ട് തുടങ്ങി. എൻ്റെ ഗുരുനാഥൻ 1922 1922 ഞാന് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ എനിക്ക് കാണാൻ സാധിച്ചു. ഭഗവാനുടെ അറേഞ്ച്മെന്റ് ആയിരുന്നു. അതും ഞാന് പല സാധുക്കളും ഞാൻ വീട്ടിൽ വരുന്നെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എപ്പോഴും ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരും, അവർക്ക് എന്തൊക്കെ സർവീസൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്യും. ഞാൻ പല സാധുക്കളും അങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇനി ഒരു സാധു കാണണ്ടെന്ന് പറഞ്ഞിട്ട് ആ ക്ഷണിച്ച ഫ്രണ്ടിനടുത്ത് പറഞ്ഞു, നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാം പറഞ്ഞിട്ട്. അപ്പോ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് അഭയചരൺ ദേ എന്നായിരുന്നു പേര്. വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ആയി ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ആയിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇദ്ദേഹത്തിന്റെ ബന്ധു, അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം ഗാന്ധിയനാണ്. ഗാന്ധിയൻ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ വലിയൊരു ഫോളോവറാണ്. ആ മൂഡില്, ആ സ്പിരിറ്റിലെയാണ് നമ്മുടെ ദേശത്തിന് സ്വാതന്ത്ര്യം ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട്, ബ്രിട്ടീഷേഴ്സ് പുറത്താക്കണം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആ മൂവ്മെന്റിന് ചേർന്ന ഒരു ആസാമിയായിരുന്നു അഭയ് ചരൺ ദേ. വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ബിസിനസ് ഒക്കെ നടത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മൂഡ് വേറായിരുന്നു. പക്ഷെ ക്ഷണിച്ച ഈ ബന്ധു അദ്ദേഹത്തിന് പറഞ്ഞു, അല്ല, ഈ സാധു വേറെ മാതിരി ഒരു സാധുവാണ്, നീ കാണണം, നിങ്ങൾ കണ്ട പോലെയുള്ള സാധുക്കളുടെ സെയിം കാറ്റഗറി അല്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. ഇങ്ങനെ പ്രഭുപാദ് ശരി പോവാം, നമ്മുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോണം എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെയാണ് പോയത്. പോയി അവിടെ ചെന്നിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ പ്രഭാഷണം കേട്ടിട്ട് ഇതിന്റെ മനസ്സ് കുറച്ച് മാറി. അല്ല, പറഞ്ഞ പോലെ ഇദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാധുവാണ്, ഒരു സന്യാസി. എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറയുന്നതല്ല. എന്താണെന്ന് പറഞ്ഞാൽ, ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് അന്ന് അഭയചരൺ ദേ, അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ച് നന്നായിട്ട് അറിയും. അങ്ങനെ പോലെ ഒരു കുടുംബത്തിൽ ജനിച്ച് അങ്ങനെ പോലെ ഒരു ട്രെയിനിങ് ആണ്. ചെറുപ്പ കാലത്തിന് തന്നെ അദ്ദേഹത്തിന് രാധാകൃഷ്ണ വീട്ടില് വിഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ എപ്പോഴും രാധാകൃഷ്ണനെ സേവിക്കും. ഇതെല്ലാം ചെറിയ കുട്ടിയായിരിക്കുന്നപ്പോൾ തന്നെ അഭയചരൺ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് നന്നെ ഉറപ്പായിട്ട് അറിയാം. അപ്പോ മറ്റുള്ള സാധുക്കളൊക്കെ കണ്ടിട്ട് ഇയാള് ശരിയല്ല, ഇയാള് ശുദ്ധ ഭക്തിന്റെ കാര്യം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അസസ്മെന്റ് എപ്പോഴും ചെയ്യും. ഈ കാര്യം എന്താണ്, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ നന്നായിട്ട് അറിഞ്ഞ ആളാണ്. അപ്പോ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ കണ്ടപ്പോ ആ പ്രഭാഷണം കൊടുത്തുനിന്ന് കേൾക്കുന്നപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി,
ഇദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയും, ഭക്തി പ്രചാരം നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തില് ഒരു പ്രശ്നം ചോദിച്ചു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ അടുത്ത്. അല്ലേ, നിങ്ങൾ ഈ ശുദ്ധ ഭക്തിയാണ്, ഹരിനാമമാണ്, കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണാവബോധം എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ നമ്മുടെ ദേശത്തിൽ ഇതല്ല ഇപ്പൊ ആവശ്യം. നമുക്ക് ആവശ്യം സ്വാതന്ത്ര്യം. അത് കിട്ടാതെ നമുക്ക് ഇതെല്ലാം നടത്താൻ സാധിക്കില്ല. നമ്മുടെ കലാചാരം, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു ഇവരിവിടുന്ന് പുറത്തു പോകുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്നേ ഉള്ളൂ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു, അതല്ല നമുക്ക് ആവശ്യം. ഫസ്റ്റ് നമുക്ക് ആവശ്യം നമ്മുടെ സ്വാതന്ത്ര്യം. ഭഗവാനുടെ മായാശക്തിയിലിരുന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ഈ ബ്രിട്ടീഷേഴ്സിന് വഴിയായിട്ടുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടില്ല. ആദ്യമായിട്ട് നമുക്ക് മായാശക്തിയിലിരുന്ന് നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടേണ്ടതാ. വിമുക്തനായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോ ഭക്തിവേദാന്ത സ്വാമി അന്ന് അഭയചരന് മനസ്സ് മാറി. അപ്പൊ പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരടുത്ത് പറഞ്ഞു, ഞാൻ 1922 എൻ്റെ ഗുരുനാഥൻ ഞാൻ അന്ന് കണ്ടപ്പോ ഈ പ്രശ്നം ചോദിച്ചിട്ട് അദ്ദേഹം ഉത്തരം കൊടുത്തപ്പോ എനിക്ക് മനസ്സിലായി ഇദ്ദേഹമാണ് എൻ്റെ ഗുരു. അന്ന് ഞാൻ സ്വീകരിച്ചു. എനിക്ക് അന്നാണ് ഇനിസിയേഷൻ കഴിഞ്ഞത്, അന്നാണ് എനിക്ക് ദീക്ഷ കിട്ടിയത്. പക്ഷെ ഫോർമലായിട്ട് ഞാൻ 13 വർഷങ്ങൾ കഴിഞ്ഞിട്ട് 1933 അപ്പോഴാണ് ഞാൻ ദീക്ഷ എടുത്തത്. അപ്പൊ പറഞ്ഞു, ഞാന് ഇത് 11 വർഷങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാതെ ഞാൻ 1933 ആണ് ഇനിസിയേഷൻ എടുത്തത്. ഞാൻ ഡിലേ ചെയ്തു, വൈകി. പക്ഷെ നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റും. കൃഷ്ണാവബോധ സമിതിന് വേണ്ടിയിട്ട് ഉലകം പല പേര് ഈ ലോകത്തിലെ ചിത്രവത അനുഭവിക്കുന്ന മായാശക്തിന്റെ താഴെ അവർക്കെല്ലാം ഈ ഹരിനാമം നമ്മൾ കൊടുത്ത് നമ്മൾ ഈ ഹരിനാമത്തെ പ്രചരിപ്പിച്ച് ഈ പുസ്തകങ്ങളെല്ലാം അവർ വായിക്കുന്ന പോലെ അവർക്ക് സംവിധാനം ചെയ്തു കൊടുത്ത് അവരെല്ലാവരും ഭക്തന്മാരാവും. ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യമാണ്, കാരുണ്യമാണ്. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമനേ ഗൗരത്വിഷേ നമഃ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു, ഒരാള് വിദേശത്തിന് വന്നു ഈ കാര്യം ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അറ്റംപ്റ്റ് ചെയ്തു. ഞാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാ. എന്താണെന്ന് പറഞ്ഞാൽ ഗുരുനാഥനുടെ ആജ്ഞം അത് പാലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറുടെ ഉദ്ദേശമായിരുന്നു ഈ ഉലകത്തില് ഈ ലോകത്തിലെ എല്ലാ സ്ഥലത്തിലും നമ്മുടെ സെന്റേഴ്സ് ഒക്കെ ഉണ്ടാകണം, എല്ലാവർക്കും ഹരിനാമം കിട്ടണം, പ്രസാദം കിട്ടണം, അവർക്ക് ഈ തത്വങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കണം. ഈ കൃഷ്ണ തത്വവേത്ത സെയ് ഗുരു ഹോയ് കിബാഭിപ്ര കിബാന്യാസി ശൂദ്രക്കേനോഹോയ്. ഇതായിരുന്നു ചൈതന്യ മഹാപ്രഭുയുടെ ഉദ്ദേശം. സോ നമ്മൾ ഇന്ന് വലിയ സെന്റേഴ്സിലൊക്കെ നമ്മൾ വളരെ എളുപ്പമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തുന്നു. ആ സമയത്തില് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിന് ഇങ്ങനെ പോലെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. വെരി പെയിൻഫുൾ. ഞാന് ഈ ചെറിയ സ്ഥലം ന്യൂഡൽഹിയിലെ ആ സ്ഥലത്തിന്റെ ലൊക്കാലിറ്റിന്റെ പേര് പറഞ്ഞു, ചിപ്പിവാഡ, കറക്റ്റ്, ചിപ്പിവാഡ എന്ന് ഒരു സ്ഥലം. ചിപ്പിവാഡന്റെ സ്ഥലത്തില് ഒരു രാധാകൃഷ്ണ ക്ഷേത്രം, ചെറിയ സ്ഥലമാണ്, വലിയ സ്ഥലമല്ല. ആ ക്ഷേത്രത്തിന് ഡൽഹിയിലെ
താമസിക്കാൻ പോവും. അവിടുന്ന് പ്രിന്റിങ്, ബാക്ക് ടു ഗോഡ് അറ്റ് പ്രിന്റിങ്, അത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ താമസിക്കും. ആ ക്ഷേത്രത്തില് താമസിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തു ഒരു ചെറിയ സ്ഥലം. ആ DTs അർച്ചവിഗ്രഹം ഇരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് സൈഡില് ഒരു സ്റ്റെയർ കേസ് മുകളിലോട്ട് പോകുന്നു. അതിൽ എനിക്ക് തന്നെ പോവാൻ സാധിച്ചില്ല. അതിന്റെ വിട്ട് അകലം എന്ന് പറഞ്ഞാൽ ഒരു 1.5 അടിയേ ഉള്ളൂ. 1.5 അടി 2 അടി ഉണ്ടാവില്ല. അപ്പൊ എനിക്കിങ്ങനെ സൈഡില് ഇത് ചെയ്തിട്ടാണ് പോകേണ്ടി വന്നു. മുകളിലോട്ട് പോയാൽ ഒരു ചെറിയ റൂമുണ്ട്, അവിടെ ടെറസ് ഉണ്ട്. ഈ ക്ഷേത്രത്തിന്റെ അർച്ചവിഗ്രഹങ്ങളൊക്കെ താഴെ രാധാകൃഷ്ണൻ, അതിന്റെ മുകളിൽ ഈ വിമാനം എന്ന് പറയൂലേ, ശിഖാരം, അത് ആ റൂമിനകത്ത് വരും നടുക്ക്. അതിന്റെ ചുറ്റി ഒരു 3 അടി സ്ഥലമുണ്ട്. അതാണ് പ്രഭുപാദിന്റെ റൂമായിരുന്നു. ഞാൻ ചെന്നിട്ട് കണ്ടു. ഞാൻ കരയാൻ തുടങ്ങി. നമ്മളൊക്കെ ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ, ചില സ്ഥലത്തിലെല്ലാം എയർ കണ്ടീഷൻ എല്ലാം വെച്ചുകൊണ്ട് നമ്മള് സർവീസ് ചെയ്യുന്നില്ല ചിലപ്പോൾ. എനിക്ക് ഇനിയും കൂടുതൽ ഫെസിലിറ്റീസ് ഒക്കെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനിയും കൂടുതൽ ആവശ്യമില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചിലപ്പോൾ പറയുന്നത്. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദന്റെ ആ ചിപ്പിവാട ക്ഷേത്രത്തിന്റെ ഫെസിലിറ്റി നമ്മൾ ചെന്നിട്ട് കണ്ട നമ്മൾക്ക് എന്ത് പറയാന്ന് എനിക്ക് അന്ന് വലിയ ഇമോഷണൽ ആയി. ഞാൻ ആ സ്ഥലത്തിൽ ഇരുന്നിട്ട് ഒരു ടൈപ്പ് റൈറ്റർ വെച്ചോണ്ട് സൈഡില് ഞാൻ കണ്ടു. ഒരു സ്ഥലത്തിൽ ഒരു ചെറിയ അടുപ്പ് പോലെ, ഒരു സ്റ്റൗ പോലെ ഉള്ള സ്ഥലം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പ്രഭുപാദ് ഈ പാചകമൊക്കെ ചെയ്തിട്ട് ദിവസം ആ കുക്കറൊക്കെ, അദ്ദേഹത്തിന്റെ കുക്കർ ഉണ്ടായിരുന്നു, ഇട്ട് ദാൽ, റൈസ്, റൊട്ടിയും സബ്ജിയും ഒക്കെ ഉണ്ടാക്കി അവിടെ ഓഫറിംഗ് ഒക്കെ ചെയ്ത് കഴിക്കും. ഇല്ലെങ്കിൽ ടെമ്പിളിൽ ഇരുന്ന് അവർ മഹാപ്രസാദം തന്ന ഒരു സമയം കഴിക്കും. അങ്ങനെയായിരുന്നു എന്ന് എനിക്ക് പറഞ്ഞു കൊടുത്തു. അവിടെ ചുറ്റിയിരിക്കുന്ന 1-2 സ്ത്രീകൾ ഉണ്ടായിരുന്നു താഴെ വീട്ടില്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മയുടെ അമ്മ പ്രഭുപാദ് കണ്ടിട്ടുണ്ട്. ശരീരമായിരിക്കുന്നപ്പോ അവിടെ കുട്ടിയായിട്ട് മുകളിലോട്ട് ചെന്നിട്ട് കളിക്കും ആ ടെറസില്, ക്ഷേത്രത്തിന്റെ ടെറസില്. ചിലപ്പോ ഒരു ദിവസം ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് അവിടെ ടൈപ്പിംഗ് ഒക്കെ ചെയ്ത് ഭാഗവതം ടൈപ്പ് ചെയ്യും. അവിടെ ബാക്ക് ടു ഗോഡ് മാഗസീനിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ അവിടെയാണ് ടൈപ്പ് ചെയ്യുന്നത്. അവിടെ നിന്ന് എടുത്തോണ്ട് പോയി ഡൽഹിയിലെ ആ സ്ട്രീറ്റ്സ് നോക്കെ നടന്ന്, വലിയ തിക്കായിട്ടുള്ള ഒരു മാർക്കറ്റ് സ്ഥലമാണ്. അവിടെ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ ചെന്നിട്ട് പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്തിട്ട് അത് ഓരോരു ഷീറ്റ്, ഒരു 4 പേജുടെ ബാക്ക് ടു ഗോഡ് മാഗസീനാണ്. അത് ഓരോരോ ഹോട്ടലും ഓരോരോ ചെറിയ ചായക്കടയിൽ നിന്ന് അവിടെ ഒക്കെ ചെന്നിട്ട് വിൽക്കും. ഇതൊന്ന് മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്, ഇത് വലിയ ഒരു ഇതാണെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത് ഓരോരോ സ്ഥലത്തിലും ചില ആൾക്കാരൊക്കെ ചില മേടിക്കും. ഒരു സാധു വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ എടുക്കും. ചെറിയ കാശ്, എന്തോ ഒരു ഐ ഡോണ്ട് റിമെമ്പർ ദ റേറ്റ്. അങ്ങനെ വിത്തിട്ട് ആ കിട്ടുന്ന കാശ് എടുത്തോണ്ട് വന്ന് നമ്മുടെ ചെറിയ പ്രിന്റിങ് കാര്യങ്ങളൊക്കെ നോക്കും. അതുമില്ലാതെ ഒരു ദിവസം ആ സ്ഥലം, ആ സ്ട്രീറ്റിൽ നിന്ന് വരുന്നപ്പോ ഒരു പശു പ്രഭുപാദിന്റെ തള്ളി പ്രഭുപാദ് താഴെ വീഴുന്നു. ആ ചെറിയ കാനാന് വീഴുന്ന് എണിച്ചു വന്നപ്പോ ഒരാൾ വന്ന് പറഞ്ഞു, സ്വാമി എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കയ്യില് ഈ ബാക്ക് ടു ഗോഡിന്റെ ഇതൊക്കെ കണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ നല്ല കാര്യങ്ങളൊക്കെ ഭാഗവതത്തിലിരുന്ന് ഭഗവത്ഗീതയിലൊക്കെ നിങ്ങൾ എഴുതി ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നില്ലേ, ഇത് എന്തിനാ നിങ്ങൾ ഈ പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നത്? ഒരു പുസ്തകത്തിലായിക്കൂടെ? പുസ്തകത്തുമായിരുന്ന പിന്നെ ആൾക്കാർ ഇതിനെ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടൂല. ആരെങ്കിലും അതിന്റെ വേറെന്തെങ്കിലും പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. പുസ്തകം അടിച്ചെങ്കിൽ അത് പുസ്തകം എപ്പോഴും അങ്ങനെ നിൽക്കും, എപ്പോഴും വായിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിനെ അത് കൊള്ളാം, അത് നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞിട്ട് മനസ്സിലിട്ടു. അപ്പൊ പ്രഭുപാദ് തിരിച്ചു പോകുന്നപ്പോ ക്ഷേത്രത്തില്, ഇത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറാണ് ഈ ആള് വഴിയായിട്ട് എനിക്ക് ഒരു
ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി. തിരിച്ചു ചെന്നിട്ട് ഭാഗവതം തുടങ്ങി. അവിടുന്ന് ഭാഗവതമൊക്കെ ടൈപ്പ് ചെയ്തു. ആ ചെറിയ സ്ഥലത്തില് നമ്മൾ ഇന്ന് വായിക്കുന്ന കയ്യിൽ കിട്ടി. നമ്മൾ വളരെ നന്നായിട്ടുള്ള ഒരു എഡിഷൻ മലയാളത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, അത് അവിടെ എഴുതിയതാ പ്രഭുപാദ്. ഒരു വലിയ വലിയ ഈ ഭാവാർത്ഥം മറ്റതെല്ലാം നമ്മൾ വായിക്കുന്നില്ലേ, അതെല്ലാം ആ സ്ഥലത്തിൽ എഴുതിയതാ. അപ്പൊ ഞാൻ ചെന്ന് കണ്ടപ്പോ എനിക്ക് വലിയൊരു ആശ്ചര്യമായിരുന്നു. ഇത്ര ഒരു ചെറിയ സ്ഥലത്തിൽ ഒരു ഫെസിലിറ്റിയും ഇല്ലാതെ ഇത്ര ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള പർപ്പോട്ടൊക്കെ ഇവിടെയാണ് എഴുതിയത്. ഈ കുട്ടികളൊക്കെ അവിടെ വന്നിട്ട് ഈ ടെറസിൽ കളിക്കും. അപ്പോൾ ആ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ എൻ്റെ അമ്മയുടെ അമ്മ വന്നിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരുന്നു ചെറിയത്. ഒരു ദിവസം അവിടെ പ്രഭുപാദ് ഉണ്ടായിരുന്നില്ല. മുറിനകത്ത് കയറിയിട്ട് അദ്ദേഹത്തിന്റെ ടൈപ്പ് റൈറ്ററിലിരുന്ന് ആ കാർബൺ ഷീറ്റൊക്കെ എടുത്തു. അവര് കാർബൺ ഷീറ്റൊക്കെ എടുത്തിട്ട് ആ ടൈപ്പ് ചെയ്യുന്ന ഇതെല്ലാം താഴെ വീഴുന്നു. കളിക്കുന്ന കുട്ടികള്. പ്രഭുപാദ് അത് വന്നിട്ട് കണ്ടു. അവര് ചെയ്യുന്നത് കുറച്ച് കാണാൻ സാധിച്ചു പ്രഭുപാദിന്. പിന്നെ പ്രഭുപാദിനെ ഭീഷണിപ്പെടുത്തി അവരെ കുറച്ച് വഴക്ക് പറഞ്ഞു. അപ്പൊ അവര് പേടിച്ചുകൊണ്ട് ഓടിപ്പോയി കരഞ്ഞുണ്ട്. അവർക്ക് ഈ നമ്മൾ തെറ്റ് ചെയ്തു, ഈ സ്വാമിജി നമ്മളെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് അവരെല്ലാം പോയി. അന്ന് കളിയൊക്കെ നിർത്തി. പ്രഭുപാദ് വീണ്ടും വന്നിട്ട് ആ കാർബൺ ഷീറ്റ് പേപ്പറൊക്കെ ഇട്ട് ടൈപ്പ് റൈറ്ററിൽ വീണ്ടും ഇട്ടു. പിന്നെ ഈ ട്രാൻസ്ലേഷനൊക്കെ ചെയ്തു. പിന്നെ പ്രഭുപാദിന് ഒരു ഫീലിംഗ് ആയിരുന്നു, നമ്മള് കുട്ടികളിനൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് വന്നിട്ട് സന്ദേശ് ഉണ്ടാക്കി. ആ ബംഗാളി സ്വീറ്റ് പാല് വെച്ചുകൊണ്ട് ഉണ്ടാക്കി. അത് നൈവേദ്യമൊക്കെ ചെയ്ത് ആ കുട്ടികളൊക്കെ വിളിച്ച് എല്ലാവർക്കും ഓരോരോ സ്വീറ്റ് കൊടുത്തു. ഇത് ആ സ്ത്രീ അതിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ സ്വാമി വലിയ ഒരു മനസ്സ്, വളരെ മൃദുലമായിട്ടുള്ള ഒരു മനസ്സും ഹൃദയവുമാണ്. ആ കുട്ടികളെ ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഓരോരോ കുട്ടീന് വേണ്ടിയിട്ടും സ്വീറ്റ് ഉണ്ടാക്കി വന്ന് കൊടുത്തു എല്ലാവർക്കും. ആ കുട്ടികളൊക്കെ വീണ്ടും പ്രഭുപാദ കണ്ട ഒരു നല്ല ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി. ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോ പ്രഭുപാദിന്റെ ഹൃദയം, പ്രഭുപാദ ഹൃദയം എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിലെ എല്ലാവർക്കും ഭക്തിയുടെ ഒരു സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്ക് എല്ലാവർക്കും ജപിക്കുന്ന പോലെ ഒരു സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കണം. അവരെ എല്ലാവരും ഹരിനാമം സ്വീകരിക്കണം. അവരെല്ലാവരും കൃഷ്ണഭക്തി സ്വീകരിക്കണം. അവരെല്ലാവരും കൃഷ്ണഭക്തൻ ആയിട്ട് തിരിച്ച് ഭഗവാനുടെ ഗോലോക വൃന്ദാവനത്തിൽ ചെന്നിട്ട് അവര് സുഖമായിട്ട് ആനന്ദമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഉദ്ദേശമായിരുന്നു. ഇങ്ങനെ പോലെ ഉദ്ദേശം ഈ ജീവിതത്തില് ഈ ലോകത്തിലെ വേറെ ആർക്കും ഉണ്ടാവില്ല. ഇങ്ങനെ പോലെ മനുഷ്യന്മാര്, ഇങ്ങനെ പോലെ ഭക്തന്മാര് സാധാരണമായിട്ട് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. അതാണ് ആചാര്യ പരമ്പര. ഇതാണ് ഭഗവത്ഗീതയില് പ്രഭുപാദ് അവിടെ എഴുതിയിരിക്കുന്നു. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ, ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്ന് കാണുന്നുണ്ട് ആചാര്യ പരമ്പര. അവിടെ ലിസ്റ്റിങ്ങില് പ്രഭുപാദ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ കഴിഞ്ഞിട്ട് പ്രഭുപാദ് അവിടെ അദ്ദേഹത്തിന്റെ പേര് ഇട്ടിരിക്കുന്നു. അവിടെ ഭഗവത്ഗീതയില് നമ്മളിത് ഇൻട്രൊഡക്ഷന്റെ ലാസ്റ്റ് പേജിൽ കാണാൻ പറ്റും. നമുക്ക് 32ാമത്തെ ആചാര്യൻ അവിടെ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് എഴുതി. ആചാര്യന്മാരാണ് ഇവരെല്ലാം. ആചാര്യ പരമ്പര എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം സാധാരണമായിട്ടുള്ള ഗുരുക്കല്ലല്ല. ഇവര് വേറെ കാറ്റഗറിയാണ്. അപ്പൊ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് അങ്ങനെ പോലെ ഒരു സ്ഥാപക ആചാര്യൻ ആണ്. ഫൗണ്ടേഷണൽ ഗുരു. ഫൗണ്ടർ ആചാര്യ എന്ന് പറയുന്നത് സാധാരണമായിട്ട് ഒരു
പദവിയല്ല. രാമാനുജാചാര്യൻ, മധ്വാചാര്യൻ, നിംബർക്ക സ്വാമി, വിഷ്ണുസ്വാമി അങ്ങനെ പോലെയുള്ള ആചാര്യന്മാർക്ക് കിട്ടുന്ന പദവിയാണ്. അപ്പോ സാധാരണമായിട്ടൊരു ഗുരു അല്ല. അദ്ദേഹത്തിന്റെ വിചാരം, അദ്ദേഹത്തിന്റെ ഉദ്ദേശം നമ്മുടെ പൂർവികമായിട്ടുള്ള ആചാര്യന്മാരെ സന്തോഷിപ്പിക്കാൻ വേണം. നമുക്ക് അവര് വിചാരിച്ച പോലെ വിശ്വ വൈഷ്ണവ രാജ്യസഭ, ഈ വിശ്വത്തില് ഒരു സഭ ഈ ചൈതന്യ മഹാപ്രഭുയുടെ തത്വങ്ങള് അതൊക്കെ ഡിസ്കസ് ചെയ്ത് അവർക്ക് എല്ലാവർക്കും എങ്ങനെ നമ്മൾ പൃഥ്വിത്തെ ആച്ച് ജതാ നഗരതി ഗ്രാം സർവത്ര പ്രചാർ ഹൊയ്ബേ മോരാ നാം, എല്ലാ ജീവജാലങ്ങൾക്കും എങ്ങനെ ഈ ഭഗവാനുടെ കാരുണ്യം കിട്ടാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അവർ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരിലാണ്. അവരുടെ മനസ്സ് വിശാല ബുദ്ധി, വിശാല മനസ്സ്, അങ്ങനെ പോലെ ആലോചന മാത്രമേ ഉള്ളൂ അവർക്കുണ്ട്. അപ്പോ ഇങ്ങനെ പോലെ ആചാര്യന്മാര് വളരെ റേറാണ്. അപ്പൊ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നത് കാലം നമുക്ക് എന്തെങ്കിലും ചെറിയതായിട്ട് നമുക്ക് ഡിവോഷണൽ സർവീസിന്റെ ബലം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ തന്നെ സ്വയം നമ്മൾ ചെയ്തു, ഞാൻ ജപിച്ചു, ഞാൻ പഠിച്ചു, ഞാൻ ഭക്തിശാസ്ത്രിയായി എന്ന് പറഞ്ഞ് നമുക്ക് വിചാരിക്കാൻ പറ്റും. പക്ഷെ സാധാരണമായിട്ടുള്ള സ്ഥിതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റൂല. ഇതാണ് ഭഗവാനുടെ കാരുണ്യം എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കേരളത്തിലെ അദ്ദേഹത്തിന്റെ പാദ അംഗ്രി സ്പർശിച്ചു, ഇവിടെ കൊച്ചിയില്. അപ്പോ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കൊച്ചിയിലെ ഒരു വലിയ പ്രഭുപാദയുടെ മ്യൂസിയം നമ്മൾ ഇടണം. കേരളത്തിലുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് പ്രഭുപാദ് ആരാണെന്ന് നമുക്ക് അവർക്ക് അറിയണം. പല പേർക്ക് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ആരാണെന്ന് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ദിവസം പ്രഭുപാദ് അപ്പിയറൻസ് ഡേ, ആവിർഭാവ തിഥി, നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് തൃശ്ശൂരില് എല്ലാ വർഷവും നമ്മൾ വലിയ ഒരു ആഘോഷം ചെയ്ത് വലിയ ആൾക്കാരൊക്കെ വിളിച്ച് ഇത് പ്രഭുപാദ് മെമ്മോറിയൽ ലെക്ചർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വലിയ ആള് വിളിച്ച് അദ്ദേഹം ഒരു 1/2 മണിക്കൂർ 45 നിമിഷം അദ്ദേഹത്തിന്റെ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, അദ്ദേഹം പ്രഭുപാദ് ആരാണെന്ന് പറഞ്ഞിട്ട് പല പേര് വന്നിട്ട് സംസാരിക്കുന്നപ്പോ ജനങ്ങൾക്ക് ഇനി കൂടുതൽ അറിയും പ്രഭുപാദിന്റെ മഹിമ. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ കർത്തവ്യമാണ്. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ഇത്രയും ചെയ്തു ഈ ലോകത്തിന് വേണ്ടിയിട്ട്, അവിടെ ഇരിക്കുന്ന ഈ ബദ്ധജീവന്മാരിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ കാര്യം ചെയ്തിരിക്കുന്നു. പിന്നെ ഒന്നും ആവശ്യപ്പെടാതെ അങ്ങനെ ചെറിയതായിട്ട് ഒരു വലിയ വിനയമോടെ അങ്ങനെ പോയി. നമ്മുടെ അടുത്ത് പറഞ്ഞു, യു ഷുഡ് ഡു മോർ ദൻ മീ. ഞാന് ഡിലേ ചെയ്തു ചില കാര്യങ്ങളെല്ലാം. 70 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. വൈകി, ഞാൻ ഡിലേ ചെയ്തു. നിങ്ങള് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഈ കാര്യം ഇപ്പോൾ തന്നെ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഈ വയസ്സിൽ തന്നെ നിങ്ങൾ തുടങ്ങിയ നിങ്ങൾക്ക് ഇനി കൂടുതൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എന്തൂസിയാസത്തോടെ ഉത്സാഹത്തോടെ പ്രഭുപാദ് പറഞ്ഞു. നമ്മൾ ഈ ലോകത്തിലെ എല്ലാ സ്ഥലത്തിലും സ്ഥാപന ചെയ്ത് എല്ലാവർക്കും ഈ ഭക്തി കിട്ടുന്ന പോലെ നമ്മൾ സംവിധാനം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്ദേശമാണ്. ഇപ്പൊ നമ്മുടെ കാര്യം ചെറിയ കാര്യമാണ്. കേരളത്തിലെ എനിക്ക് നോക്കണം, നമുക്ക് തൃശ്ശൂരിൽ നോക്കിയാൽ മതി. തൃശ്ശൂരിലെ എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുയുടെ കാരുണ്യം എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആലോചന നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്തവ്യമാണ്. ഈ സ്ഥലത്തില് തൃശ്ശൂരിലെ എല്ലാവർക്കും ഭക്തി കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദയുടെ ഈ പ്രസ്ഥാനം വഴിയായിട്ടാണ് കിട്ടുന്നത്. ആ പ്രസ്ഥാനം തൃശ്ശൂരിലെ ഇവിടെ ഇരിക്കുന്ന ഭക്തന്മാരാണ് ആ പ്രസ്ഥാനം. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ 4 ചുമരും ഒരു ഹാളും ഈ ഇഷ്ടിക എടുത്ത് ചെയ്ത സ്ഥലമല്ല.
നമ്മുടെ പ്രസ്ഥാനം ഇസ്കോൺ പ്രസ്ഥാനം പറഞ്ഞാൽ ഭക്തന്മാരാണ് അതിന്റെ ഇഷ്ടിക. ഓരോരോ ഭക്തനും ചേർന്നിട്ട് ഈ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് യുടെ ഭാഗമാണ്. അപ്പോ ഭക്തന്മാര് കൂടുതൽ പ്രചാരം ചെയ്ത് ഈ കൃഷ്ണ ഭാവനാമൃത സംഘം, കൃഷ്ണ അവബോധ സമിതി, എന്തെങ്കിലും ഓരോരോ സ്ഥലത്ത് ഓരോരോ മാതിരി നമ്മൾ പറയുന്ന ഈ ഇസ്കോൺ അത് വലിയതാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ മൈ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു, നമ്മള് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദയുടെ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ വി ആർ ഹാവിങ് ദിസ് മെമ്മോറിയൽ ഡേ, ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മെമ്മോറിയൽ ഡേ. അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമ്മുടെ ഭക്തന്മാരൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഇവിടെ ഹി ഹസ് പുട്ട് ഓൺ ദ സ്ക്രീൻ പ്രഭുപാദർ ജയന്തി എന്ന് പറഞ്ഞിട്ട് ഈ പ്രോഗ്രാം വലിയതായിട്ട് നമ്മൾ നടത്താൻ പറ്റും. നമുക്ക് there are also some important chief guests ഒക്കെ വരുന്നുണ്ട്. So all of you coordinate, റെസ്പോൺസിബിൾ ആയിട്ട് ഈ കാര്യം നമുക്ക് ചെയ്യാം. ജനങ്ങൾക്ക് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ ആരാണ്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ തത്വങ്ങളൊക്കെ നമ്മുടെ കർത്തവ്യമാണ് ഇത് ശരിയായിട്ട് ചെയ്യുന്നത്. So I leave it to the program organizers now to give you all the details. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ്, തൃശ്ശൂർ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, തൃശ്ശൂരിൽ ഇസ്കോൺ എന്ന് പറഞ്ഞാൽ അവരുടെ വലിയ പ്രോഗ്രാമാണ് പ്രഭുപാദന്റെ ആവിർഭവ തിഥി, പ്രഭുപാദ ജയന്തി ദിവസം പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എല്ലാ വർഷവും. ഇതാണ് എൻ്റെ ഉദ്ദേശം. Here there are volunteers who will tell you more details. എനിക്ക് 7 മണിക്ക് ഇവിടെ ജ്വലൻ യാത്രയുടെ പ്രോഗ്രാമാണ്. അപ്പൊ എനിക്ക് I have to leave now. ഓം തത്സത്. തൃശ്ശൂരിലെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് പറഞ്ഞു, I will never die, I will live eternally in my books എന്ന് പറഞ്ഞു. ഞാൻ കണ്ടോണ്ടിരിക്കും ഭക്തന്മാർ എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട്. ഭക്തന്മാർക്ക് അനുഗ്രഹം ഞാൻ കൊടുക്കും, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ. അപ്പോ പ്രഭുപാദ് കണ്ടോണ്ടിരിക്കുന്ന നമ്മൾ തൃശ്ശൂരിൽ എന്ത് ചെയ്യും, നമ്മുടെ കർത്തവ്യമാണ് തൃശ്ശൂരിന്റെ ജനങ്ങൾക്കൊക്കെ ഈ കൃഷ്ണ അവബോധം നമ്മൾ കൊടുക്കെന്ന് പറഞ്ഞ് നമുക്കേ ഉള്ളൂ അത് ചെയ്യാൻ പറ്റും. അപ്പോ പ്രഭുപാദ് നമ്മളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കർത്തവ്യം നമ്മൾ ശരിയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചേർന്നിട്ട് ഒരു യോജിപ്പോടെ കോഓപ്പറേറ്റീവ്ലി we should do this as a nice offering to Bhaktivedanta Swami Prabhupada. So I request all of you to cooperate and make this program a success. Om Tat Sat. Hare Krishna. Thank you very much. Krishna. Hari Bol. Hare Krishna. Hare Krishna. So who is there? Hare Krishna Maharaj. Hare Krishna. Vaikuntha Prabhu is there, Maharaj. Vaikuntha Prabhu, Vaikuntha. Lohidakshan Prabhu. Lohidakshan Prabhu, Vaikuntha Prabhu. Thank you, Prabhu. Illam, you can maybe explain the program. എനിക്ക് കുറച്ച് ലേറ്റ് ആയി ഇന്ന്. ഇവിടെ വലിയ സുദർശൻ ചക്രയുടെ ഇൻസ്റ്റലേഷൻ നടക്കാൻ പോകുന്നു ഓഗസ്റ്റ് 15-ാം തീയതി. ഒരു ടൺ ആണ് ആ സുദർശൻ ചക്ര. ഒരു 14 feet ഡയമീറ്റർ ആണ്. അത് മുകളിലോട്ട് പോകുന്നു. 100 അടിയാണ് വിമാനം. അപ്പോ ഇവിടെ എല്ലാരും വലിയ ബിസിയാണ്. അപ്പോ എനിക്ക് ഈ ജ്വലൻ യാത്രയിലെ ഡോണേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഓൾറെഡി ഇവിടെ ഭക്തന്മാര് വെയിറ്റ് ചെയ്യാണ്, മഹാരാജ് വേഗം വരൂ എന്ന് പറഞ്ഞിട്ട്. സോ ഐ ഹാവ് ടു ഗോ നൗ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ.
Sorry about my delay. Om Tat Sat. Please do the needful. Thank you, Maharaj. Hare Krishna. Hare Krishna. Hare Bol. Hare Krishna. Thank you, Maharaj. മഹാരാജ് പ്രോഗ്രാം വരുന്നത് ഓഗസ്റ്റ് 17 തീയതിയാണ്. ഞാൻ സ്ക്രീൻ ഷെയറിൽ നിങ്ങൾക്ക് ആ പോസ്റ്റർ കാണിച്ചു തരാം. നമ്മുടെ പ്രോഗ്രാം ഓഗസ്റ്റ് 17 ഞായറാഴ്ച ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അഫ്കോഴ്സ് 3-ാമത്തെ വർഷമായിട്ട് നമ്മൾ ഈ വർഷം ഗംഭീരമായി ചെയ്യുകയാണ് ഈ പരിപാടി. ഈ പരിപാടിക്ക് നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് KV മോഹൻകുമാർ വരുന്നുണ്ട്. അദ്ദേഹമാണ് നമുക്ക് പ്രഭുപാദിന്റെ ഒരു മെമ്മോറിയൽ ഡേ ലെക്ചർ കൊടുക്കുന്നത്. സോ അദ്ദേഹം നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയാം. അദ്ദേഹം മഹായോഗി എന്ന പ്രഭുപാദിന്റെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് മാതൃഭൂമി ബുക്സ് പബ്ലിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ പ്രോഗ്രാം ഇനോഗ്രേഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹിസോണസ് ഭക്തിവിനോദ് സമാരാജ് ഉണ്ടാവും നമ്മുടെ ഈ പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റ് ആയിട്ട്. പിന്നെ വേറെ കുറെ ഗസ്റ്റുകളും നമുക്കുണ്ടാവും. പിന്നെ കുറെ സീനിയർ ഡിവോട്ടീസ് നമുക്കുണ്ടാവും. അപ്പോൾ പ്രഭുപാദ് ജയന്തിയുടെ 17th പ്രോഗ്രാമിന് തൃശ്ശൂരിന്റെ കീഴിൽ ഇസ്കോൺ ഗുരുവായൂരിന്റെ കീഴിൽ തൃശ്ശൂർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ സർവീസസ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ കുറെ സർവീസിന്റെ ഒക്കെ റിലേറ്റഡ് ആയ കാര്യങ്ങൾ ഈ വരുന്ന അടുത്ത ആഴ്ച, അതായത് 10-ാം തീയതി ശേഷം വൈകുണ്ഠേഷ്പുവും വിജയ് മോഹന്തപുരവും ഒക്കെ നിങ്ങൾക്കൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സർവീസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക ഈ മീറ്റിങ്ങിൽ. പ്രഭുപാദ് ജയന്തി ഗംഭീരമാക്കുക. മഹാരാജ് പറഞ്ഞ പോലെ പ്രഭുപാദ് ജയന്തിനെ ഗംഭീരമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഡിവോട്ടീസ് ഒത്തൊരുമയോടെ ചെയ്താൽ മാത്രമേ ഇത് ഗംഭീരാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഈ മീറ്റിംഗ് ഈ സെഷനിൽ ജോയിൻ ചെയ്തതിന്. ഹരേ കൃഷ്ണ. Hare Krishna. Hare Krishna. Thank you. ഹരേ കൃഷ്ണ.